വൈക്കത്തേതുമായി നോക്കുമ്പോൾ താരതമ്യേന വളരെ ചെറിയ മതിൽക്കകമാണ് ഏറ്റുമാനൂരിലേത്. ഏകദേശം 5 ഏക്കർ വിസ്തീർണം വരും. MC റോഡിന്റെ കിഴക്കുഭാഗത്ത് നടരാജമൂർത്തിയുടെ രൂപം കൊത്തിവെച്ച ക്ഷേത്ര കവാടം കാണാം. ആ കവാടത്തിനകത്ത് തന്നെയാണ് വാഹന പാർക്കിംഗ് സൗകര്യവും ഉള്ളത്. ഇതും കഴിഞ്ഞ് അല്പദൂരം നടന്നാൽ വലിയ ആൽമരം കാണാം. ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ അടിയിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും മുകളിൽ ശിവനും കുടികൊള്ളുന്നതായി വിശ്വസിക്കുന്നു. അതായത് അരയാലിനെ ത്രിമൂർത്തി സ്വരൂപമായി കണ്ടുവരുന്നു. ക്ഷേത്രത്തിന് 4 ഭാഗത്തും ഗോപുരങ്ങളുണ്ടെങ്കിലും പടിഞ്ഞാറു ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. ഇതിന്റെ വടക്കു പടിഞ്ഞാറു ഭാഗത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കീഴ്ത്രിക്കോവിൽ ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര്. ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കുറയ്ക്കാനാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നതെന്നാണ് പറയപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിന് ഉപദേവതയായി ഗണപതിയും കുടികൊള്ളുന്നു. പ്രധാന വഴിയിൽ നിന്ന് അല്പം ഇറങ്ങിയാണ് ഗോപുരത്തറ കാണപ്പെടുന്നത്. പടിഞ്ഞാറേ ഗോപുരം ഓടുമേഞ്ഞതാണ്. ഇതിനടുത്താണ് ദേവസ്വം ഓഫീസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാന ദേവസ്വങ്ങളിലൊന്നാണ് ഏറ്റുമാനൂരിലുള്ളത്. പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം കാണുന്നത് വലിയ ആനക്കൊട്ടിലാണ്. ഇവിടുത്തെ വലിയ വിളക്കിൽ തിരിയൊഴിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ്. ബലിക്കൽപുരിയിൽ നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനിരുവശവും 3 ചുവർ ചിത്രങ്ങളുണ്ട്. വടക്കുഭാഗത്ത് അനന്തശയന ഭാവത്തിലുള്ള മഹാവിഷ്ണുവും തെക്കുഭാഗത്ത് അഘോരമൂർത്തിയും നടരാജമൂർത്തിയുമാണ് ചുവർ ചിത്രങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നത്. 8 കൈകളിൽ ത്രിശൂലം, മഴു, വാൾ, അമ്പ്, ഉടുക്ക്, കപാലം, പരിച, വില്ല് തുടങ്ങിയവ ധരിച്ച് 3-ാം തൃക്കണ്ണിൽ നിന്ന് നിജാലകൾ വർഷിച്ചു നിൽക്കുന്ന ഭാവമാണ് അഘോരമൂർത്തിയുടെ ചിത്രത്തിന്. ഇത്തരത്തിലുള്ളൊരു ചിത്രം ലോകത്ത് മറ്റൊരിടത്തുമില്ല. നടരാജമൂർത്തിയുടെ ചിത്രത്തിന് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ നടരാജ ചിത്രവുമായി രൂപത്തിൽ നല്ല സാദൃശ്യമുണ്ട്. 20 കൈകളോടുകൂടിയ ഭഗവാൻ അവയിൽ 18ലും ആയുധങ്ങളേന്തി തൻ്റെ മറ്റ് 2 കൈകൾ നൃത്തമുദ്രയിൽ പിടിച്ചിരിക്കുന്നു. നടരാജ നൃത്തം കാണാൻ ഇന്ദ്രാദി ദേവകൾ കൈലാസത്തിലെത്തിയതും ചിത്രത്തിൽ തെളിഞ്ഞു കാണാം. ക്ഷേത്ര മതിൽക്കകത്ത് വടക്കു പടിഞ്ഞാറു മാറിയാണ് ആസ്ഥാന മണ്ഡപം. കുംഭമാസത്തിലെ 8-ാം ഉത്സവ ദിവസം ഭഗവാനെ ഇവിടെ എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന് ഇരുത്തുന്ന ചടങ്ങുണ്ട്. 7.5 പൊന്നാനകൾക്കൊപ്പമുള്ള ആ ദർശനം അതിവിശേഷമായി പറയപ്പെടുന്നു. ക്ഷേത്ര മതിൽക്കകത്ത് തൊട്ടു വടക്കു ഭാഗത്ത് വില്ലിൻ്റെ ആകൃതിയിലുള്ള ക്ഷേത്രകുളം സ്ഥിതി ചെയ്യുന്നു. വില്ലുകുളം എന്നാണിത് അറിയപ്പെടുന്നത്. വില്ലുകുളത്തിൽ കുളിച്ചാണ് ശാന്തിക്കാരും ഭക്തരും ക്ഷേത്ര ദർശനത്തിനെത്തുന്നത്. വടക്കുകിഴക്കു ഭാഗത്ത് നാഗദൈവങ്ങൾ കുടികൊള്ളുന്നു. നാഗരാജാവായ വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ഡിയും ചിത്രകൂടവുമാണ് നാഗതറയിലെ പ്രതിഷ്ഠകൾ. നാഗരാജ ക്ഷേത്രത്തിനടുത്തു തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപവും. ദാനങ്ങളിൽ മഹാദാനമായ അന്നദാനം ഇവിടെ നിത്യേന രാവിലെ 11:30 നടത്തി വരുന്നുണ്ട്. ഇവിടെ നിന്ന് അല്പം മാറി കിഴക്കേ ഗോപുരത്തിനടുത്ത് ഒരു സനാതന ധർമ്മ പാഠശാലയുണ്ട്.